السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون. ബഹുമാന്യനായ അധ്യക്ഷൻ, ശാന്തപുരം മഹല്ല് അസിസ്റ്റന്റ് ഫാദി MT മൊയ്തീൻ മൗലവി സാഹിബ് അവരുടെ, അതുപോലെ ശാന്തപുരം മഹലിന്റെ മറ്റൊരു അസിസ്റ്റന്റ് ഫാദയായ സക്കീർ ഹുസൈൻ തുബൂർ സാഹിബ് അവരുടെ, സ്വാഗത പ്രഭാഷണം നിർവഹിച്ച KV സഹാക്കലി മാസ്റ്റർ അവരുടെ, അതുപോലെ നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകരിൽ പ്രമുഖനായ നമ്മുടെ വാസിം മാസ്റ്റർ, അതിനെല്ലാം ഉപരിയായി ഈ മഹത്തായ മജ്‌ലിസിൽ സംഗമിച്ചിട്ടുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാപിതാക്കളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളെ, KT അബ്ദുറഹീം സാഹിബിന്റെ ഒരു അഭിസംബോധനയായിരുന്നു ഞാൻ ഓർക്കുന്നു. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളെ എന്നുള്ളത്. നിങ്ങളത് എത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞുകൂടാ. അത് എനിക്ക് കിട്ടുന്ന ചില സദസ്സുകളിലൊക്കെ, കുഞ്ഞുങ്ങളെ കുറച്ചുള്ള സദസ്സുകളിൽ അത് അതുപോലെ പറയാൻ ശ്രമിക്കാറുണ്ട്. അല്ലാഹു തആല നമ്മുടെ സന്താനങ്ങളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി വളർത്തുമാറാകട്ടെ. നമ്മുടെ ഈ ശാന്തപുരം മഹല്ലിൽ എല്ലാ മാസവും ഖുർആൻ പ്രഭാഷണം നടക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. ബാസിം എന്നെ റമളാനിൽ ഇടയ്ക്കിടയ്ക്ക് ഖുർആൻ പ്രഭാഷണത്തിന് വേണ്ടി വിളിക്കാറുണ്ട്. അപ്പൊ ഞാന് അദ്ദേഹത്തോട് റമളാന്റെ പ്രത്യേക സാഹചര്യത്തിൽ വരാൻ കഴിയില്ല എന്ന് പറയുന്നു. റമളാൻ അല്ലാത്ത സന്ദർഭങ്ങളിൽ വിളിച്ചാൽ വരാം എന്ന് പറയും. അങ്ങനെ റമളാൻ അല്ലാത്ത സന്ദർഭത്തിൽ അദ്ദേഹം വിളിച്ചപ്പോഴാണ് ഇന്ന് അൽഹംദുലില്ലാഹ് നിങ്ങളോട് ഒന്നിച്ച് ഈ മജ്‌ലിസിൽ ഇരിക്കാൻ എനിക്കും സാധിച്ചത്. അല്ലാഹു തആല നല്ല കാര്യങ്ങൾ പറയാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസവും ജീവിതവും എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടാണ് ഇന്ന് സംസാരിക്കാൻ സംഘാടകർ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈമാൻ. ആ ഈമാനിനെ പണ്ഡിത ലോകം വിശദീകരിച്ചിട്ടുള്ളത് ഇപ്രകാരമാണ്: അൽ ഈമാനു ഫിൽ ലുഗത്തി ഹുവ തസ്ദിഖുൽ മുത്ലഖ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഭാഷയിൽ നിരുപാധികമായ സത്യപ്പെടുത്തലാണ്. നിരുപാധികമായി ഏതെങ്കിലും ഒരു ആശയത്തെ സത്യപ്പെടുത്തുന്നുവെങ്കിൽ ഭാഷയിൽ അതിനെ ഈമാൻ, വിശ്വാസം എന്ന് പറയാം. എന്നാൽ വഫിൽ ഇസ്തിലാഹി ശറഈ, മതപരമായ സങ്കേതത്തിൽ എന്താണ് വിശ്വാസം എന്നതിന്റെ വിശദീകരണം പണ്ഡിതന്മാര് നൽകുകയാണ്. ഹുവ ഇഖ്റാറുൻ ബിൽ ഖൽബി വനത്ഖുൻ ബിൽ ലിസാനി വഅമലുൻ ബിൽ ജവാരിഹ് യസീദു ബിൽ ത്വാഅത്തി വയൻഖുസു ബിൽ മഅസിയത്തി. മതപരമായ സാങ്കേതിക പ്രയോഗം, അതായത് നമ്മൾ ഈമാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ മതപരമായ വിവക്ഷയാണ്. മതപരമായ വിവക്ഷയിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അത് ഹൃദയം കൊണ്ടുള്ള, മനസ്സുകൊണ്ടുള്ള അംഗീകാരമാണ്. നാവ് കൊണ്ടുള്ള മൊഴിയലാണ്.
വഅമലുൻ ബിൽ ജവാരിഹ്, അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനമാണ്. യസീദു ബിത്വാഅത്തി വയൻഖുസു ബിൽ മഅസിയത്തി, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെ വർദ്ധിക്കുന്നതും അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിലൂടെ കുറയുന്നതുമായ കാര്യമാണ് ഈമാൻ എന്ന് പറയുന്നത്. മതപരമായ വിവക്ഷയനുസരിച്ച് മനസ്സുകൊണ്ടുള്ള അംഗീകാരം മാത്രമല്ല ഈമാൻ, വനുഖുഖുൻ ലിസാനി, നാവ് കൊണ്ടുള്ള മൊഴിയൽ കൂടിയാണ്. മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുക എന്ന് നമ്മൾ പറയാറുണ്ട്. നാവ് കൊണ്ടുള്ള മൊഴിയൽ കൂടിയാണ്. തീർന്നില്ല, അമലുൻ ബിൽ ജവാരിഹി, അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനവുമാണ്. നാവ് കൊണ്ട് പറഞ്ഞാലും മാത്രം പോരാ, നാവല്ലാത്ത മറ്റ് അവയവങ്ങളും ഈമാനിന് സാക്ഷിയാവണം എന്നർത്ഥം. അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെ വർദ്ധിക്കുകയും അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിലൂടെ കുറയുകയും ചെയ്യുന്ന യസീദു വയൻഖുസു ആയിട്ടുള്ള ആശയമാണ് ഈമാൻ എന്ന് പറയുന്നത്. കേവല വിശ്വാസം കൊണ്ട് മാത്രമായില്ല, അള്ളാഹുവിനും റസൂലിനുമുള്ള അനുസരണം, ആ അനുസരണത്തിന്റെ അടിത്തറയിലുള്ള സമ്പൂർണമായ സമർപ്പണം, അതാണ് യഥാർത്ഥത്തിൽ ഈമാൻ കൊണ്ട് താല്പര്യപ്പെടുന്നത്. നമ്മളെല്ലാവരും അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരും അള്ളാഹുവിന്റെ ദൂതനെ അംഗീകരിക്കുന്നവരും ഈമാൻ കാര്യങ്ങളിലും ഇസ്ലാം കാര്യങ്ങളിലും വിശ്വസിക്കുന്നവരും ഇസ്ലാം കാര്യങ്ങളെ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നവരുമാണ്. എന്നാൽ കേവലമായ മനസ്സുകൊണ്ടുള്ള അംഗീകാരം കൊണ്ടോ ചില എണ്ണപ്പെട്ട കാര്യങ്ങൾ അനുഷ്ഠാനത്തിൽ കൊണ്ടുവരുന്നത് കൊണ്ടോ മാത്രം ഒരാളുടെ ഈമാനിന്റെ പൂർത്തീകരണം ഉണ്ടാകുന്നില്ല. ഒരാൾ എപ്പോഴാണ് യഥാർത്ഥ സത്യവിശ്വാസിയാവുന്നത് എന്ന് അള്ളാഹു പറയാം. അതാണ് സൂറത്തുൻ നൂറിൽ നിന്ന് ഞാൻ തുടക്കത്തിൽ പാരായണം ചെയ്ത വചനം. അള്ളാഹു പറയാം, ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലൂ സമിഅനാ വഅതഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിശ്ചയം സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് അവർ അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ ദൂതനിലേക്കും അള്ളാഹുവിന്റെയും ദൂതന്റെയും തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടാൽ, വിളിക്കപ്പെട്ടാൽ പറയുന്നവർ മാത്രമാണ് സത്യവിശ്വാസികൾ. എന്ത് പറയുന്നവർ? സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർ മാത്രമാണ്. അള്ളാഹുവിലേക്കും ദൂതനിലേക്കും വിളിക്കപ്പെട്ടാൽ സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് പറയുകയും ആ അനുസരണത്തിന്റെയും സമർപ്പണത്തിന്റെയും വഴിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് സത്യവിശ്വാസികൾ. അക്കൂട്ടർ, ആ സത്യവിശ്വാസികൾ, അവരെ മാത്രമാണ് വിജയികൾ എന്ന് പറയുന്നത്. സത്യവിശ്വാസത്തിന്റെയും അതിന്റെ അടിത്തറയിൽ അള്ളാഹുവിനും റസൂലിനുമുള്ള സമ്പൂർണ്ണ സമർപ്പണം, ആ സമർപ്പണത്തിലൂടെയും സാധ്യമാവുന്നതാണ്. അപ്പോൾ നമ്മൾ ശാന്തവരും മഹല്ലടക്കമുള്ള ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുള്ള വലിയ മഹല്ലുകളിലടക്കം ഇതുപോലുള്ള പ്രഭാഷണങ്ങൾ, അതല്ലെങ്കിൽ ഉത്ബോധനങ്ങൾ സംഘടിപ്പിക്കുന്നത് സംസ്കരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ആവശ്യമുള്ളത്, നമ്മുടെ കുടുംബത്തിൽ ആവശ്യമുള്ളത്, സാമൂഹിക ജീവിതത്തിൽ ആവശ്യമുള്ളത്, മഹല്ലിൽ ആവശ്യമുള്ളത് എല്ലാം സംസ്കരണമാണ്. ഈ സംസ്കരണം സാധ്യമാവുന്നത് ഈമാനികമായ ഉണർത്തലിലൂടെ മാത്രമാണ്, തത്വാപരമായ പ്രചോദിപ്പിക്കലിലൂടെ മാത്രമാണ്. അതല്ലാതെ സമൂഹത്തിൽ സംസ്കരണം സാധ്യമല്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം 920 മുതൽ 1933 വരെ അമേരിക്കയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരു നിയമമുണ്ടായിരുന്നു. അത് മദ്യനിരോധന നിയമമാണ്. 13 വർഷക്കാലം മദ്യത്തിന്റെ, ലഹരിയുടെ നിർമ്മാണവും വിൽപ്പനയും ഇറക്കുമതിയും അമേരിക്കൻ ഭരണഘടനയുടെ 18ാം ഭേദഗതിയിലൂടെ നിരോധിക്കുകയാണ്. ഒരു സമ്പൂർണമായ
മദ്യനിരോധനം നടപ്പിലാക്കാനുള്ള ശ്രമം അമേരിക്കൻ ഐക്യനാടുകളിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഷേഖ് കറളാവി അദ്ദേഹത്തിന്റെ വിശ്വാസവും ജീവിതവും എന്ന പുസ്തകത്തിൽ ആ ഒരു സംഭവം മനോഹരമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അമേരിക്കയിൽ മദ്യനിരോധനം നടപ്പിലാക്കാനുള്ള ശ്രമം ഭരണഘടന തന്നെ ഭേദഗതി ചെയ്തുകൊണ്ട് ഭരണഘടനയുടെ 18ാം ഭേദഗതിയിലൂടെ അതിനുള്ള ശ്രമം നടക്കുകയാണ്. റേഡിയോ അടക്കം, പത്രങ്ങളടക്കം, അന്നത്തെ മാധ്യമ സംവിധാനങ്ങൾ, ഇന്നത്തെ സോഷ്യൽ മീഡിയ വന്നില്ലല്ലോ, ആ മാധ്യമ സംവിധാനങ്ങളിലൂടെ എല്ലാം ലഹരിക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള ബോധവൽക്കരണം നടത്തി. ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ബോധവൽക്കരണം എല്ലാം നടത്തുന്നത്. അനധികൃതമായിട്ട് മദ്യം ഉപയോഗിച്ച ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം അടക്കമുണ്ടായി. അവസാനം എന്താണ് സംഭവിച്ചത്? 933 മദ്യപാനികളുടെ മുമ്പിൽ ഒരു ഭരണകൂടത്തിന്റെ മുട്ടുമടക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ജനാധിപത്യത്തിന്റെ ഈറ്റില്ലമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്കൻ ഐക്യനാടുകൾ, അവിടെ എത്രത്തോളം ജനാധിപത്യം ഉണ്ട് എന്നുള്ള വിഷയമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ അമേരിക്കയിലും മദ്യനിരോധനം നടപ്പിലാക്കാൻ ഗവൺമെന്റ് മുതിർന്നപ്പോ അതിന് സാധ്യമാവാതെ മദ്യപാനികളുടെ മുമ്പിൽ ഭരണകൂടം മുട്ടുമടക്കുകയാണ്. കാരണം കേവലമായ നിയമങ്ങൾ കൊണ്ട് മാത്രം ഒരു ജനതയെ സംസ്കരിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. അവിടെയാണ് ഈമാനികമായ ഉണർത്തലുകൾക്ക് പ്രാധാന്യമുണ്ടാകുന്നത്. ഇതേ മദ്യനിരോധനം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ അറേബ്യയിലും വളരെ മനോഹരമായിട്ട് നടപ്പിലാക്കി എന്നുള്ളതാണ്. ഗ്രാജുവലിയാണ്, വ്യവസ്ഥാപിതമായിട്ടാണ്, സ്ട്രാറ്റജിക്കലായിട്ട് തന്നെയായിരുന്നു പ്രവാചകന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത്. നമുക്കറിയാം, ആരായിരുന്നു ജാഹിലിയ്യ കാലത്ത് അറബികൾ എന്ന് ചോദിച്ചാൽ, ഞാൻ മരിച്ചാൽ എന്നെ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ മറമാടണം എന്ന മരണപത്രം വസിയത്ത് എഴുതിക്കൊണ്ട് മരണപ്പെട്ടിരുന്ന കവികൾ ജീവിച്ചിരുന്ന നാട്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷവും അവരിൽ ചില ആളുകളെങ്കിലും മദ്യപിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി. കാരണം മദ്യപാനത്തെ പൂർണ്ണമായും വിലക്കുന്ന വചനങ്ങൾ ആദ്യഘട്ടത്തിൽ ഖുർആനിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ആ സമൂഹത്തെ ഇങ്ങനെ സംസ്കരിച്ചു. അതെങ്ങനെ സംസ്കരിച്ചു? ഈമാനികമായ തഖ്വാപരമായ ഉണർത്തലുകളിലൂടെ സംസ്കരിച്ചു. അവിടെയാണ് ഖുർആന്റെ വചനങ്ങൾ വരുന്നത്. മദ്യത്തെ പൂർണ്ണമായും വിലക്കിക്കൊണ്ടുള്ള, നിരോധിച്ചുകൊണ്ടുള്ള വചനങ്ങൾ വരുന്നത്. ആ വചനങ്ങൾ ഇപ്രകാരമായിരുന്നു: യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിശ്ചയം മദ്യപാനം, ചൂതാട്ടം, പ്രശ്നം വെക്കൽ, വിഗ്രഹങ്ങൾ എല്ലാം തന്നെ പിശാചിന്റെ മാലിന്യങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കിയേ പറ്റൂ. തുടർന്നുള്ള വചനത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കുന്നില്ലേ? കുറെ പേരെല്ലാം സദ്യകളിലിരുന്ന് മദ്യം വിളമ്പുകയും മദ്യം കഴിക്കുകയുമായിരുന്നു. മദ്യചഷകങ്ങൾ അവരുടെ ചുണ്ടുകളിൽ നിന്നാണ് അവരെടുത്ത് വലിച്ചെറിഞ്ഞത്. അറേബ്യയിൽ മദ്യത്തിന്റെ ഒരു ആറ് തന്നെ ഒഴുകി എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ മദ്യമൊഴുകുക എന്ന് പറയുമ്പോൾ അതിന് വേറെ അർത്ഥമാണുള്ളത്. ഉദാരമായ മദ്യനയം ഗവൺമെന്റ് നടപ്പിലാക്കുമ്പോൾ അതിനെ സംബന്ധിച്ചാണ് മദ്യമൊഴുകുക എന്ന് നമ്മുടെ നാട്ടിലെ പത്രങ്ങളും മാധ്യമങ്ങളും ഉപയോഗിക്കാറുള്ളത്. പക്ഷെ അറേബ്യയിൽ അന്ന് മദ്യമൊഴുകിയത് അവര് വലിച്ചെറിഞ്ഞ മദ്യചഷകങ്ങളായിരുന്നു. വേണ്ട, ഇൻതഹൈന, ഞങ്ങൾ വിരമിച്ചിരിക്കുന്നു എന്നവർ സ്വയമേവ എല്ലാവരും പ്രഖ്യാപിക്കുകയാണ്. കാരണം ഖുർആന്റെ ചോദ്യം ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കുന്നില്ലേ? ലഅല്ലക്കും തുഫ്ലിഹൂൻ, ഈ മദ്യപാന ജീവിതം, ഈ ലഹരിക്കടിപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നഷ്ടപ്പെടുത്തുക നിങ്ങളുടെ പരലോകത്തെയായിരിക്കും. പരലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ട് ഒരാസക്തിയും ഞങ്ങൾക്ക് വേണ്ടെന്നുള്ള ഒരു ചിന്ത. അതാണ് സഹോദരങ്ങളെ ഈമാനിലൂടെ
പ്രചോദിതമാവുന്ന, മോട്ടിവേറ്റഡ് ആവുന്ന സംസ്കരണം എന്ന് പറയുന്നത്. അതാണ് ഈമാന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ അടിത്തറയിലാണ് ജീവിതം സംസ്കരിക്കപ്പെടുന്നത്, ജീവിത വീക്ഷണങ്ങൾ മാറുന്നത്, കാഴ്ചപ്പാടുകൾ മാറുകയാണ്. വിശ്വാസത്തിന്റെ ഈമാൻ അത് ഹൃദയബന്ധിതമായി കഴിഞ്ഞാൽ, അഖീദ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അഖീദ എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തെ കെട്ടിയിടലാണ്, ഹൃദയത്തെ ചില വിശ്വാസ പദ്ധതികളുമായിട്ട് ബന്ധിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ അഖീദ എന്ന് പറയും. ഹൃദയത്തിൽ പരലോക ചിന്ത വരുമ്പോ, ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിക്കുമ്പോ ഒരു മനുഷ്യന്റെ ജീവിത വീക്ഷണം തന്നെ മാറുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു കവിയത്രി ഉണ്ടായിരുന്നു, അശ്വഅറാഉൽ മുഹ്റബൂൻ എന്ന് പറയുന്ന ചില കവികളുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ അനിസ്ലാമിക കാലഘട്ടത്തിലും അതിനുശേഷം അവർ ഇസ്ലാം സ്വീകരിച്ച ഘട്ടത്തിലും കവിത എഴുതിയ ആളുകൾ, അവരാണ് അശ്വഅറാഉൽ മുഹ്റബൂൻ. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു കവയത്രിയാണ് കവയത്രി. അവരാണ് ഖൻസ. പ്രവാചക കാലഘട്ടത്തിലുള്ള ഒരു കവയത്രയാണ്. അവരുടെ മുഴുവൻ പേര് തമാലർ ബിൻത് അംർ ബിൻ ഹാരിസ് എന്നാണ്. അവരെ സംബന്ധിച്ച് പറയാം, അവരെ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഒരു വിലാപ കവയത്രി എന്ന രീതിയിലാണ്. കാരണം അവര് കാര്യമായി എഴുതിയ കവിതകൾ അത് വിലാപമായിരുന്നു, കരച്ചിലുകളായിരുന്നു, തേങ്ങലുകളായിരുന്നു. എന്തിനാണ് അവർ കരയുന്നത്? ഒരു അനിസ്ലാമിക യുദ്ധത്തിൽ, ഒരു ജാഹിലിയ യുദ്ധത്തിൽ, അവർ ജീവിച്ചിരുന്ന കാലം ജാഹിലിയ കാലമാണ് ആദ്യഘട്ടം. ഒരു പോരാട്ടത്തിൽ അവരുടെ സഹോദരൻ സ്വഹർ മരണപ്പെട്ടു. ആ സ്വഹർ മരിച്ചതിന്റെ ദുഃഖത്തിൽ വിലാപകാവ്യം എഴുതുകയാണ്. എന്നാണ് പിൽക്കാലത്ത് അവർ ചരിത്രത്തിൽ അറിയപ്പെട്ടത്. വിലാപ കവയത്രി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. 10 കൊല്ലത്തോളം വിലാപകാവ്യം എഴുതി സഹറിന് വേണ്ടി. അങ്ങനെ വിലപിച്ച് കരഞ്ഞ് കരഞ്ഞ് ആ സ്ത്രീയുടെ മുഖത്ത്, ആ സഹോദരിയുടെ മുഖത്ത് പിൽക്കാലത്ത് സ്വഹാബി വനിതയായിട്ട് അവർ മാറുന്നുണ്ട് റളിയല്ലാഹു അൻഹ. കരച്ചിലിന്റെ ഒരു പാട് തന്നെ ഉണ്ടായിരുന്നു എന്നാണ്. തമാലർ ബിൻത് അംർ ബിൻ ഹാരിസയുടെ മുഖത്ത് തന്നെ കരച്ചിലിന്റെ പാടുണ്ടായിരുന്നു. അവരെങ്ങനെ പാടി നടക്കുകയാണ്. എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ഈ വിലാപ കാവ്യം ആരംഭിക്കുന്നത്. എന്റെ ഇരു കണ്ണുകളും ഉദാരമായിട്ട് കരയട്ടെ, വലാത്ത ജുമുദ, കരഞ്ഞ് കരഞ്ഞ് മരവിച്ചു പോകണ്ട, കരയണം, പക്ഷേ കരഞ്ഞ് കരഞ്ഞ് മരവിച്ചു പോകണ്ട. എന്റെ സഹോദരൻ ഉദാരനായ സ്വഹറിന് വേണ്ടി എന്റെ ഇരു കണ്ണുകളെ നിങ്ങൾ കരയുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്വഹറിന് വേണ്ടി ഇങ്ങനെ കരയുകയാണ്. 10 കൊല്ലത്തോളം അവർ കരഞ്ഞു. പിൽക്കാലത്ത് അവർ ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാമിക നേതൃത്വത്തിന്റെ ആഹ്വാനം ഉണ്ടായപ്പോ അവർക്ക് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഖാദിസിയ യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടിയുള്ള ഇസ്ലാമിക നേതൃത്വത്തിന്റെ ആഹ്വാനം ഉണ്ടായി. ഈ ഘട്ടത്തിൽ അവരെ പുത്രന്മാരോട് പറയാണ്, ഇതാ ഇസ്ലാമിക നേതൃത്വത്തിന്റെ ആഹ്വാനം, ജിഹാദിന് യുദ്ധത്തിന് പുറപ്പെടാനുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ധീരരായി നിങ്ങൾ പുറപ്പെടണം. നിങ്ങൾക്ക് ഈ ലോകത്തെ താൽക്കാലിക ജീവിതത്തെക്കാൾ നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത് ശാശ്വതമായ പരലോക ജീവിതമാണ്. കാഴ്ചപ്പാട് മാറാൻ. ഇന്നലെ സഹോദരൻ മരിച്ചപ്പോൾ ദീർഘമായി വിലപിക്കുകയാണ്. കാരണം സഹോദരൻ മരിച്ചപ്പോൾ ഇനി ഒരിക്കലും ആ സഹോദരനെ കാണാൻ കഴിയില്ലെന്നുള്ള ചിന്ത, ആ ചിന്തയിലെ വിലാപമായിരുന്നു അത്. എന്നാൽ കാഴ്ചപ്പാട് മാറി. അതുകൊണ്ട് ഇസ്ലാമിക നേതൃത്വത്തിന്റെ ആഹ്വാനം ഖാദിസിയ യുദ്ധത്തിന് പുറപ്പെടാനുണ്ടായപ്പോ സ്വന്തം മക്കളോട് തന്നെ പറയാണ്, നിങ്ങൾ ഈ ലോകത്തെ താൽക്കാലിക ജീവിതത്തെക്കാൾ നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത് ശാശ്വതമായ സ്വർഗീയ ജീവിതമാണ്, പരലോക ജീവിതമാണ്. അതാണ് നിങ്ങൾക്ക് കരണീയമായിട്ടുള്ളത്. അങ്ങനെ ഒരു വാർത്ത വരുന്നു അവർക്ക്. അവരുടെ 2 പുത്രന്മാരും മരണപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നു.
ഈ ഘട്ടത്തിൽ അവരെ കരയുകയല്ല, മറിച്ച് അവര് പറയാണ് അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബിഖദ്രിഹിം വഅർജൂ മിൻ റബ്ബി അയ്യജ്മഅനി ബിഹിം ഫീ മുസ്തഖർരി റഹ്മതി. അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബിഖദ്രിഹിം, ഈ രക്തസാക്ഷിത്വം കൊണ്ട്, എന്റെ മക്കളുടെ രക്തസാക്ഷിത്വം കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തിയ പടച്ചവനെ നിനക്ക് സർവസ്തുതിയും. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ സങ്കേതമായ സ്വർഗ്ഗത്തിൽ എന്റെ മക്കളോടൊപ്പം എന്നെ ഒരുമിച്ച് കൂട്ടണമേ എന്നവർ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഹൻസാഇന്റെ കാഴ്ചപ്പാട് മാറിയിരിക്കുന്നു. ഇന്നവർ വിലപിക്കുകയല്ല, ഇന്നവർ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് രക്തസാക്ഷിത്വത്തിൽ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. മക്കളുടെ രക്തസാക്ഷിത്വത്തിൽ അള്ളാഹുവോട് ശുക്ർ രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് കാഴ്ചപ്പാടിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ ജീവിതത്തിൽ കാഴ്ചപ്പാടിന് മാറ്റം വരികയാണ്. നമുക്കറിയാം, ഫിർഔന്റെ മാരണക്കാരുമായിട്ട്, അതല്ലെങ്കിൽ ഫിർഔന്റെ മാരണക്കാർ പ്രവാചകൻ മൂസ അലൈഹിസ്സലാമയുടെ മുഅ്ജിസത്തുമായി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായ പ്രവാചകൻ മൂസ നബി അലൈഹിസ്സലാമയിലൂടെ അള്ളാഹു അവതരിപ്പിക്കുന്ന മഹത്തായ ദൃഷ്ടാന്തം അതാണല്ലോ. ആ പ്രവാചകനിലൂടെ, ആ പ്രവാചകൻ വഴിയിട്ടാൽ അത് പാമ്പാവുന്നു, അങ്ങനെയുള്ള ആയാത്തുകൾ, അത് ആയാത്തുകളാണ്, അള്ളാഹുവിന്റെ കഴിവാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. ആ ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് അവർ മത്സരിക്കാൻ വരുന്നത്. ഫറോവയുടെ മാരണക്കാർ, പ്രവാചകൻ മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ എതിരാളി, അദ്ദേഹത്തിന്റെ സഹയാത്രികനായ മാന്ത്രികർ പ്രവാചകൻ മൂസാ അലൈഹി ഇസ്ലാമയോട് മത്സരിക്കാൻ വരുമ്പോ, പ്രവാചകനോട് ഏറ്റുമുട്ടാൻ വരുമ്പോ അവര് ഫിർഔന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഫിർഔൻ അഇന്ന ലനാ ലഅജ്റൻ ഇൻ കുന്നാ നഹ്നുൽ ഗാലിബൂൻ, ഞങ്ങൾ അതിജീവിക്കുകയാണെങ്കിൽ, അതിജയിക്കുകയാണെങ്കിൽ, മൂസയെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ പ്രതിഫലമൊക്കെ, സമ്മാനമൊക്കെ നീ തരില്ലേ എന്നാ ചോദിക്കുന്നത്. ഞങ്ങൾ മൂസയെ പരാജയപ്പെടുത്തി വന്നാൽ വലിയ സമ്മാനം ഞങ്ങൾക്ക് നീ തരില്ലേ? അപ്പോൾ ഫിർഔൻ പറഞ്ഞു, ഖാല നഅം വഇന്നകും മിനല്ലദീന മുഖറബീൻ, എല്ലാം ഖുർആൻ പറയുന്നതാണ്. അതെ, അങ്ങനെ നിങ്ങൾ ജയിച്ചു വന്നാൽ നിങ്ങൾ രാജാവിന്റെ ഏറ്റവും അടുത്ത ആളുകളായിരിക്കും. രാജസന്നിധിയിലേക്ക് ആരുടെയും റെക്കമെൻഡ് കൂടാതെ കയറി വരാൻ പറ്റുന്ന രാജാവിന്റെ ഏറ്റവും അടുത്തവരായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അതാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അംഗീകാരം. രാജസന്നിധിയിലേക്ക് ആരുടെയും ശുപാർശ കൂടാതെ കയറി വരാൻ കഴിയുക എന്ന് പറയുന്നത് അന്ന് മാന്ത്രികരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. അതുകൊണ്ട് ഹർഷാരവത്തോടെ, സന്തോഷത്തോടെയാണ് പ്രവാചകൻ മൂസ അലൈഹിസ്സലാമയുമായിട്ട് മത്സരിക്കാൻ വേണ്ടി അവരെ പുറപ്പെടുന്നത്. പക്ഷേ പ്രവാചകൻ മൂസ അലൈഹിസ്സലാമയോട് മത്സരിച്ചപ്പോ അവർക്ക് ബോധ്യമായി, ഇത് അള്ളാഹുവിന്റെ ദൂതനാണ്. ഈ മൂസയും ഹാറൂനും അള്ളാഹുവിന്റെ ദൂതന്മാരാണ്. ഇത് ഫിർഔനും കൂട്ടരും പറയുന്നത് പോലെ കള്ളപ്രവാചകരല്ല. അവരെ പ്രഖ്യാപിച്ചു, അവരുടെ വിശ്വാസം പ്രഖ്യാപിച്ചു. അവരുടെ ഓലപ്പാമ്പുകൾ അത് കിടക്കുന്നിടത്ത് പ്രവാചകൻ മൂസ അലൈഹിസ്സലാമയുടെ വടി അതൊരു യഥാർത്ഥ പാമ്പിന്റെ രൂപം പ്രാപിക്കുമ്പോ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമയിലൂടെ പ്രകടമാകുമ്പോ അവർക്ക് ബോധ്യമായി, യഥാർത്ഥത്തിൽ ഈ പറയുന്നതൊന്നും ശരിയല്ല, ഈ ഫിർഔൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊന്നും ശരിയല്ല. മൂസയും ഹാറൂനും അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ദൂതന്മാരാണ്. അവരെ ഈമാൻ പ്രഖ്യാപിച്ചവരെ പറഞ്ഞു, ഖാലൂ ആമന്നാ ബിറബ്ബിൽ ആലമീൻ റബ്ബി മൂസാ വഹാറൂൻ, ലോകരക്ഷിതാവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, മൂസായുടെയും ഹാറൂന്റെയും റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ധൈര്യസമേതം അവർ ഈമാൻ പ്രഖ്യാപിക്കുകയാണ്. ഈ ഘട്ടത്തിൽ അവരോട് ചോദിക്കുന്നുണ്ട് ഫിർഔൻ, ഖാല ആമൻതും ഖബല അൻ ആദന ലക്കും, ഞാൻ അനുമതി നൽകുന്നതിന്റെ മുമ്പ് നിങ്ങൾ വിശ്വസിക്കുകയാണോ? ഈ മൂസ നിങ്ങളെ കൂടി മാരണം പഠിപ്പിച്ചിരിക്കുകയാണ്, മാന്ത്രിക വിദ്യ പഠിപ്പിച്ചിരിക്കുകയാണ്, അവൻ നിങ്ങളെ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. ഞാൻ അനുമതി തരുന്നതിന്റെ മുമ്പ് നിങ്ങൾ വിശ്വസിക്കുകയാണോ? എങ്കിൽ ഞാൻ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല.
നിങ്ങളുടെ കൈകാലുകൾ ഞാൻ മുറിച്ചിടും. നിങ്ങളുടെ വലത്തെ കൈ മുറിച്ചാൽ നിങ്ങളുടെ ഇടത്തേക്കാൾ മുറിച്ചാൽ വലത്തെ കൈയും, ആ രീതിയിൽ നിങ്ങളുടെ കൈകാലുകൾ കൊത്തിമുറിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ കുരിശിലേറ്റും എന്ന് പറഞ്ഞപ്പോ ആ ജനത ഭയപ്പെട്ടു പോകുന്നില്ല. ഇന്നലെ അവരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് രാജസന്നിധിയിലേക്ക് ആരുടെയും റെക്കമെന്റ് കൂടാതെ കയറി വരിക എന്നതായിരുന്നുവെങ്കിൽ ഇന്നവരുടെ കാഴ്ച മാറി, ഇന്നവരുടെ കാഴ്ചപ്പാട് മാറി എന്നുള്ളതാണ്. രാജാവിന്റെ ഫിർഔന്റെ പ്രകോപിപ്പിക്കൽ അവർക്കൊരു പ്രശ്നമല്ല. അവര് പറയാണ് ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല പറമോൻ. ഞങ്ങളുടെ കൈകാലുകൾ നീ കൊത്തിമുറിച്ചാൽ, ഞങ്ങളെ കുരിശിലേറ്റിയാൽ അത് ഞങ്ങളുടെ അവസാനത്തെ പരാജയമല്ല, അത് ഞങ്ങളുടെ അവസാനമല്ല. കാരണം നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കലേക്കാണ് മടങ്ങാൻ പോകുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ഞങ്ങളുടെ ജീവിതമുള്ളത്. ആ ശാശ്വതമായ ജീവിതത്തിലേക്കാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര പെട്ടെന്നാണ് കാഴ്ചയും കാഴ്ചപ്പാടും മാറിയത് സഹോദരങ്ങളെ. ഇന്നലകളിൽ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? ഇന്ന് അവരുടെ ചിന്താഗതി എന്താണ്? ഇന്ന് അവരുടെ തെരഞ്ഞെടുപ്പ് എന്താണ്? ശാശ്വതമായ സ്വർഗീയ വിജയം, ശാശ്വതമായ പരലോക വിജയം. ഞങ്ങൾ ഞങ്ങളുടെ നാഥനിലേക്കാണ് മടങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് നീ ഞങ്ങളെ എന്തു തന്നെ ചെയ്താലും ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ലക്ഷ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾക്കെന്ന് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. അതെന്താണ്? ഞങ്ങളുടെ നാഥൻ ഞങ്ങളുടെ പാപങ്ങൾ കൊടുത്തു തരണം. പാപഭാരമില്ലാതെ റബ്ബിന്റെ കോടതിയിൽ ഞങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കണം. അത് മാത്രമാണ് എന്ന് ഞങ്ങളുടെ ആഗ്രഹം. ആഗ്രഹം മാറി സഹോദരങ്ങളെ. ഇന്നലത്തെ ആഗ്രഹമല്ല. ഈമാൻ അവരുടെ ഹൃദയത്തിലേക്ക് ശരിയായ രീതിയിൽ പ്രവേശിച്ചപ്പോ അവർക്കുള്ളത് സഹോദരങ്ങളെ, സഹോദരിമാരെ, യഥാർത്ഥ ഈ രീതിയിൽ കാഴ്ചയും കാഴ്ചപ്പാടും മാറ്റാൻ, ജീവിത രീതികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ ഈമാനിന് സാധ്യമാവുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ ഈമാനിന് സാധ്യമാവുന്നുണ്ടോ? ആയിടത്തേക്കുള്ള ഒരു ആത്മവിചാരണ, അതിനുള്ള അവസരമായിട്ട് ഇത്തരം മജ്‌ലിസുകൾ, ഇത്തരം സദസ്സുകൾ മാറണം. ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു. ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഓരോരുത്തരും സ്വയം വിചാരണ ചെയ്യുക, സ്വന്തത്തെ വിചാരണ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ വഴിയിൽ സമ്പൂർണമായും പ്രവേശിക്കുക. അള്ളാഹുവിന്റെ വഴിയിൽ സമ്പൂർണമായും പ്രവേശിക്കുക. ഇസ്ലാം കടന്നു വന്നത്, ഇസ്ലാമിക പ്രസ്ഥാനം കടന്നു വന്നത് എല്ലാം ഈ സമഗ്രതയുടെ, ഈ സമ്പൂർണമായി ദീനിൽ പ്രവേശിക്കുക എന്ന് പറയുന്ന ഈ വലിയ ആശയവുമായിട്ടാണ് സഹോദരങ്ങളെ. ആ സമ്പൂർണതയും ആ സമഗ്രതയും ആ പൂർണ്ണമായ അർപ്പണവും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നിങ്ങൾ ഖുർആനിന്റെ രാഷ്ട്രത്തെ ആദ്യമായി നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുക, നിങ്ങളുടെ മനസ്സിൽ സ്ഥാപിക്കുക എന്ന് ഇമാമുൽ ശഹീദ് ഹസൻ അൽ ബന്ന പറയുന്ന ഒരു വർത്തമാനമുണ്ട്. നിങ്ങളുടെ മനസ്സുകളിൽ നിങ്ങൾ ഖുർആനിക രാഷ്ട്രത്തെ ആദ്യമായി സ്ഥാപിക്കുക. മനസ്സുകളിൽ അള്ളാഹുവിനെ സമ്പൂർണമായും സമർപ്പിക്കുവാനുള്ള ആ ഒരു ചിന്ത, അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് തെന്നിമാറുമ്പോ വല്ലാത്ത ഒരു മനസാക്ഷി കുത്ത്. അള്ളാഹിന്റെ വഴിയിൽ നിന്ന് വിശ്വാസി ഒരിക്കലും തെന്നിമാറില്ല എന്നൊന്നും പറയുക സാധ്യമല്ല. പാപങ്ങളും തെറ്റുകളും വീഴ്ചകളും ഒക്കെ സംഭവിക്കും. പക്ഷെ പാപങ്ങൾ സംഭവിക്കുമ്പോ ഒരു വിശ്വാസിക്ക് വലിയ മനസാക്ഷി കുത്താൻ, ആ മനസാക്ഷി കുത്തിനെ സംബന്ധിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെയാണ് അവന്റെ തലക്ക് മീതെ പതിക്കുന്ന ഒരു വലിയ മല പോലെ. തലക്ക് മീതെ ഒരു വലിയ മല പതിക്കുമ്പോ അയാളുടെ ഒരു മനസാക്ഷി കുത്തുണ്ടല്ലോ, മാനസികമായ ഒരു പ്രയാസമുണ്ടല്ലോ. അതുപോലെയുള്ള വലിയ പ്രയാസമായിരിക്കും ഒരു തെറ്റ് ചെയ്യുമ്പോൾ വിശ്വാസിക്കുണ്ടാവുക. എന്നാൽ ഒരു കപട വിശ്വാസിയോ, അയാളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അയാളുടെ മൂക്കിന്റെ മീതെ പറക്കുന്ന ഒരു ഈച്ചക്ക് സമാനം നിസ്സാരമായി തെറ്റിനെ അയാൾ കാണും എന്നുള്ളതാണ്. തെറ്റിനെ അയാൾ നിസ്സാരമായി കാണും.
മൂക്കിന്റെ മീതെ പറക്കുന്ന ഈച്ചയെ പോലെ. ജീവിതത്തെ പൂർണ്ണമായും ഇസ്ലാമികവൽക്കരിക്കാനുള്ള ശ്രമം അത് വ്യക്തി ജീവിതത്തിൽ നിന്ന് തുടങ്ങി കുടുംബ ജീവിതത്തിലൂടെ, മഹല്ലിലൂടെ, സാമൂഹിക ജീവിതത്തിലേക്ക്. അതാണല്ലോ യഥാർത്ഥത്തിൽ ഇസ്ലാമികവൽക്കരണം എന്ന് പറയുന്നത്. ആ ഇസ്ലാമിക ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം തളച്ചിട്ടുകൊണ്ട്, അതിനെ കേവലം ആരാധനാനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുക്കിയിട്ടുകൊണ്ട് അതിനെ സാമ്പത്തിക ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ, അവിടെ എങ്ങനെയും ആവാം, അവിടെ ഹറാം ഹലാലുകളൊന്നും പരിഗണിക്കേണ്ടതില്ല. അതുപോലെ രാഷ്ട്രീയ ജീവിതത്തിലും പൊതുപ്രവർത്തനത്തിലും എങ്ങനെയും ആവാം, അവിടെ അഴിമതി പ്രശ്നമാക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ പടച്ചോൻ പുറത്തു തന്നോളും എന്നുള്ള ഒരു വിചാരമല്ല ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാവേണ്ടത്. വല്ലാത്ത മനസ്സാക്ഷിക്കുട്ട് ചെറിയ വീഴ്ചകൾ സംഭവിച്ചാൽ പോലും ഉണ്ടാവുന്നവരാണ് വിശ്വാസി. അങ്ങനെ ഇല്ലാത്ത മനുഷ്യരെ സംബന്ധിച്ചാണ് ഖുർആൻ പറയുന്നത്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, അമിർതാബു അം യഖാഫൂന യഹീബല്ലാഹു അലൈക്കും വറസൂലു അഫീ ഖുലൂബിഹിം മറദുൻ അമിർതാബു. അവരുടെ ഹൃദയങ്ങൾക്ക്, അവരുടെ മനസ്സുകൾക്ക് രോഗമാണോ അമിർതാബു? അതോ ഒരു സംശയാലുക്കളാണ്? സംശയം എന്ന് പറയുന്ന രോഗം, പ്രത്യേകിച്ചും ഈ എത്തിസ്റ്റുകളുടെയൊക്കെ പ്രചാരണം, ഈ നവനാസ്തികളുടെയൊക്കെ പ്രചാരണം വളരെ ശക്തിപ്പെട്ട ഒരു കാലത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ചിന്ത, സംശയം, ഈ സ്വർഗം, ഈ പരലോകം, ഈ നരകം, ഇതൊക്കെ കേവലം ഒരു ഭയപ്പെടുത്തൽ മാത്രമാണോ? അതിനപ്പുറത്ത് അതൊന്നുമില്ലേ എന്നുള്ള ഒരു സംശയം. ചോദിക്കുന്നുണ്ടല്ലോ, ആ ദൃഢമായ ജ്ഞാനം അവർക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ, ആ ദൃഢമായ ബോധ്യം, ഈമാനിൽ നിന്ന് യഖീനിലേക്കുള്ള വളർച്ച, അതാണ് സത്യവിശ്വാസിക്ക് ഉണ്ടാവേണ്ടത്. വിശ്വാസത്തിൽ നിന്നോ ദൃഢവിശ്വാസത്തിലേക്കുള്ള വളർച്ച. ആ ദൃഢവിശ്വാസത്തിലേക്കുള്ള വളർച്ചയ്ക്കപ്പുറത്ത് അത് സംശയത്തിലേക്ക് തെന്നിമാണെന്നോ അവരെയാണ് ഖുർആൻ ചോദിക്കുന്നത്. അവരുടെ ഹൃദയങ്ങൾക്ക് രോഗം ബാധിച്ചിരിക്കുകയാണോ? അമിർതാമോ അതോ ഒരു സംശയാലുക്കളായിട്ട് മാറുകയാണോ? അതോ അല്ലാഹുവും ദൂതനുമൊക്കെ അവരെ വഞ്ചിക്കുകയാണെന്നവർ ഭയപ്പെടുകയാണോ? ഈ സ്വർഗ നരകങ്ങളെ സംബന്ധിച്ച് ഭയപ്പെടുത്തിക്കൊണ്ട്, അങ്ങനെ വഞ്ചിച്ചുകൊണ്ടൊരു വർത്തമാനം പറയുകയാണെന്ന് അവര് സംശയിക്കുകയാണോ? അങ്ങനെ സംശയിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ബൽ ഉലൈക ഹുമുൽ ളാലിമൂൻ. പക്ഷേ അവർ തന്നെയാണ്, അക്കൂട്ടർ തന്നെയാണ് അക്രമികൾ, അക്കൂട്ടർ തന്നെയാണ് പിഴച്ചുപോയ ആളുകൾ. സഹോദരങ്ങളെ, ആരോടാണ് അക്രമം ചെയ്തിരിക്കുന്നത്? ആരോടുമല്ല, വലഹും അൻഫുസഹും, അവർ സ്വന്തത്തോട് തന്നെ അതിക്രമം ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാൻ യഥാർത്ഥത്തിൽ താല്പര്യപ്പെടുന്നത് അല്ലാഹുവിനുള്ള സമ്പൂർണ്ണ സമർപ്പണം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഓരോരുത്തരിൽ നിന്നുകൊണ്ട് അല്ലാഹുവിനെ ഉൾക്കൊള്ളുന്നവർ, അല്ലാഹുവെ ആരാധിക്കുന്ന കുറെ ആളുകളുണ്ട്. ഓരോരുത്തരിൽ നിന്നുകൊണ്ട് അല്ലാഹുവെ ആരാധിക്കുന്നവർ, അവർക്ക് എന്തെങ്കിലും നന്മ ലഭിച്ചാൽ അവർ അല്ലാഹുവിന്റെ ആളുകളാണ്. എന്തെങ്കിലും പരീക്ഷണങ്ങൾ ലഭിച്ചാൽ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ അല്ലാഹുവിനെ തള്ളിപ്പറയുന്നവരായിട്ട് അവർ മാറും. അവരെ സംബന്ധിച്ച് ഖുർആൻ പറയാണ്, അവരെ ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുത്തിയവരാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തെ പൂർണ്ണമായും അല്ലാഹുവിനെ കീഴ്പ്പെടുത്താൻ, അല്ലാഹുവിന്റെ ദൂതനെ കീഴ്പ്പെടുത്താനുള്ള ശ്രമം, അതാണ് ഈമാൻ. സമർപ്പണമാണ് ഇസ്ലാം. ഈമാന്റെ അനിവാര്യ താല്പര്യമാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇബ്രാഹിം പ്രവാചകൻ അലൈഹിസ്സലാമിയോട് അല്ലാഹു അസ്ലിം എന്ന് പറഞ്ഞപ്പോൾ, നീ സമർപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ലോകരക്ഷിതാവിന് വേണ്ടി സമ്പൂർണമായും സമർപ്പിച്ചിരിക്കുന്നു. സമർപ്പണമാണ് ഇസ്ലാം. ആ സമർപ്പണത്തിന് സാധ്യമാവണമെങ്കിൽ എന്ത് വേണം? അള്ളാഹ്ക്ക് വേണ്ടിയുള്ള, അള്ളാഹുവിനുള്ള സമ്പൂർണമായ സമർപ്പണം. ആ ഒരു ബാധ്യത നമുക്കുണ്ട് എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം. ജീവിതത്തിലെ ഏതെങ്കിലും ഒരു മേഖല, നമുക്കിഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളിൽ മാത്രം, നമുക്ക് സൗകര്യമുള്ള ചില കാര്യങ്ങളിൽ മാത്രം അള്ളാഹുവിനെ വഴിപ്പെടുക എന്നതിനപ്പുറത്ത്
ചെരുപ്പിനൊത്ത് കാൽമുറിക്കുക എന്ന പ്രവണത അത് ഒരിക്കലും ഒരു വിശ്വാസിയിൽ നിന്ന് സംഭവിക്കാൻ പാടില്ല. സൗകര്യമുള്ളതിന് മാത്രം അള്ളാഹുവെ അനുസരിക്കുക. ഒരൽപ്പം ത്യാഗപൂർവം ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണെങ്കിൽ, നമ്മുടെ താല്പര്യങ്ങളോട് ഏറ്റുമുട്ടുന്ന സാമ്പത്തിക മേഖലയാണെന്നിരിക്കട്ടെ, അവിടെ പലിശയിൽ ബന്ധപ്പെടാത്ത ജീവിതം, അവിടെ ഹറാമുകളിൽ ബന്ധപ്പെടാത്ത ജീവിതം ഒരു വിഷയം. അതിനെ സംബന്ധിച്ച് ഒരു ഫത്വ ചോദിച്ചു ഒരു പണ്ഡിതനോട്. ആ പണ്ഡിതൻ കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അത് ഹറാമാണെന്ന് പറഞ്ഞു. ആ ഇടപാടിൽ നീ പങ്കുചേരാൻ പാടില്ലെന്ന് പറഞ്ഞു. അതയാൾക്ക് ബോധ്യമായി, ചോദിച്ചയാൾക്കും ബോധ്യമായി അതാണ് അതിന്റെ ശരി എന്ന് പറയുന്നത്. എന്നിട്ടും അതിൽ ചേരുന്നു. എന്തുകൊണ്ട്? അവിടെ സാമ്പത്തിക നേട്ടമുണ്ടാവും. പലിശയോട് ബന്ധപ്പെടുമ്പോൾ സാമ്പത്തിക നേട്ടമുണ്ടാവും എന്നുള്ള ചിന്ത സത്യവിശ്വാസിക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം വിശ്വാസി എന്താണ് അല്ലാഹുവോട് പറയുന്നത്? ഓരോ 5 നേരവും കൈകെട്ടിക്കൊണ്ട് പറയുന്നത് ദുആഉൽ ഇഫ്തിതാഹാൻ. അതാണല്ലോ പ്രാരംഭ പ്രാർത്ഥന. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി. ഇത് ശാഫിഈ മദ്ഹബിലാണ് ഈ രീതിയിൽ വന്നിട്ടുള്ളത്. ഹനഫി മദ്ഹബിൽ തനാഇ എന്ന് പറയുന്ന വേറൊരു ദിക്റാണ്. ഏതായാലും അതിനെ സംബന്ധിച്ചല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ പ്രാർത്ഥന യഥാർത്ഥത്തിൽ ഖുർആൻ പറഞ്ഞതാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി. നിശ്ചയം എന്റെ നമസ്കാരം, എന്റെ ബലി, എന്റെ ജീവിതം, എന്റെ മരണം. എന്റെ ജീവിതം, എന്റെ മരണം എന്ന് പറഞ്ഞാൽ എന്റെ ജനനം തൊട്ട് എന്റെ മരണം വരെയുള്ള എന്റെ മുഴുവൻ കാര്യങ്ങളും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവേ ഞാനിതാ നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് വിശ്വാസി അല്ലാഹുവോട് ഉച്ചയിസ്തരം ഓരോ 5 നേരവും കൈകെട്ടിക്കൊണ്ട് പ്രാരംഭ പ്രാർത്ഥന എന്നോണം പറയുന്നത്. അത് ചില മദ്ഹബുകളിൽ അതില്ലെങ്കിൽ പോലും അത് നമസ്കാരത്തിൽ പ്രാരംഭ പ്രാർത്ഥനയിൽ ഇല്ല എന്നേ ഉള്ളൂ. പക്ഷേ അത് ഖുർആനിന്റെ പ്രഖ്യാപനം എന്ന രീതിയിൽ എല്ലാവരും ഏറ്റെടുക്കേണ്ടുന്ന കാര്യമാണ്. എല്ലാവരും ഏറ്റെടുക്കേണ്ടുന്ന കാര്യമാണ്. എന്റെ ജനനം തൊട്ട് എന്റെ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവേ നിനക്കിതാ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ഈ സമർപ്പണത്തിന് പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ്? അല്ലാഹുവോടുള്ള അനുരാഗമാണ്, അല്ലാഹുവോടുള്ള സ്നേഹമാണ്. നമ്മൾ എപ്പോഴാണ് ഒരാൾക്ക് സമ്പൂർണമായും സമർപ്പിക്കുന്നത്? നമ്മൾ പല വാർത്തകളും കേൾക്കാറുണ്ട്. അതായത് കാമുകന്മാർ അവർ ആത്മഹത്യ ചെയ്തു. ഒരാൾ മറ്റേയാൾക്ക് വേണ്ടി അവരുടെ ജീവിതം, മുന്നോട്ടുള്ള പ്രയാണം സുഗമമാവില്ല എന്ന് തോന്നുമ്പോൾ ഇക്കാലത്ത് ചില ചെറുപ്പക്കാരുടെ അങ്ങനെയുള്ള ചില വാർത്തകൾ, അതിനെ പോസിറ്റീവായിട്ട് പറയില്ല, പക്ഷെ അങ്ങനെയുള്ള ചില വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. അതിന്റെ കാരണം എന്താ? അതാണ് അവരെ സമർപ്പിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സമർപ്പിക്കുക. എന്നാൽ ഒരു വിശ്വാസിയുടെ സമ്പൂർണ്ണ സമർപ്പണം എന്ന് പറയുന്നത്, ആത്യന്തികമായ സമർപ്പണം എന്ന് പറയുന്നത് അത് അല്ലാഹുവിനാണ്. കാരണം അല്ലാഹുവിനെയാണ് അവൻ എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കുന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അങ്ങനെ അല്ലാഹുവിനെ എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥ സത്യവിശ്വാസി. ومن الناس من يتخذ من دون الله اندادا يحبونهم كحب الله والذين آمنوا أشد حبا لله. ومن الناس ജനങ്ങളിലുണ്ട് من يتخذ من دون الله اندادا. അല്ലാഹുവിനെ പകരക്കാരെ സ്വീകരിക്കുന്നവർ ജനങ്ങളിലുണ്ട്. അല്ലാഹു പകരക്കാരെ സ്വീകരിക്കുക എന്ന് പറഞ്ഞല്ല, അല്ലാഹു അല്ലാത്ത മറ്റു പലരോടും സഹായാർത്ഥന നടത്തുക, അത് പകരക്കാരെ സ്വീകരിക്കുന്നതിന്റെ ഒരു രൂപമാണ്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, ഇസ്തിഗാസ നടത്തുക, അത് പകരക്കാരെ സ്വീകരിക്കുന്നതിന്റെ ഒരു രൂപമാണ്. അല്ലാഹു അല്ലാത്തവരെ വിളിക്കുക, പകരക്കാരെ സ്വീകരിക്കുന്നതിന്റെ ഒരു രൂപമാണ്. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുക, പകരക്കാരെ സ്വീകരിക്കുന്നതിന്റെ ഓരോ രൂപങ്ങളാണ്. പക്ഷെ ഇവിടെ പറയുന്നത് വേറൊരു കാര്യമാണ്. എന്താണത്? ومن الناس من يتخذ من دون الله اندادا يحبونهم كحب الله. അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ സ്നേഹിക്കുന്നു. അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ സൃഷ്ടിലോകത്തുള്ള പലരെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹിനോടാണ് അവരുടെ പരമമായ സ്നേഹം എന്ന് പറയുക സാധ്യമല്ല. എന്നാൽ ഒരു സത്യവിശ്വാസിയുടെ പരമമായ സ്നേഹം അത് ഖുർആൻ പറയാൻ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് അവരുടെ പരമമായ സ്നേഹം അല്ലാഹുവിനോട് മാത്രമാണ്. എല്ലാവരെയും അവർ സ്നേഹിക്കുന്നുണ്ട്. അവരെ മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടുന്നവരാണ്,
അവരെ മക്കളോടുള്ള കടപ്പാടുകൾ പുലർത്തേണ്ടുന്നവരാണ്, അവരെ മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ പുലർത്തേണ്ടുന്നവരാണ്, അവരെ ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലക്കുള്ള കടപ്പാടുകൾ പൂർത്തീകരിക്കേണ്ടുന്നവരാണ്, പരസ്പരം സ്നേഹിക്കേണ്ടുന്നവരാണ്, അയൽക്കാരെ സ്നേഹിക്കേണ്ടുന്നവരാണ്, ജാതി മത വ്യത്യാസങ്ങളില്ലാതെ മുഴുവൻ ആളുകളെയും സ്നേഹിക്കേണ്ടുന്നവരാണ്. പക്ഷേ ആ സ്നേഹം അള്ളാഹുവിന് വേണ്ടിയാവണം. അതാണ് അള്ളാഹുവിനുള്ള പരമമായ സ്നേഹം എന്ന് പറഞ്ഞാൽ. നമ്മുടെ സൃഷ്ടി ലോകത്തുള്ള മുഴുവൻ സ്നേഹങ്ങളും അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാവണം. അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിലുള്ള മുഅ്മിനായി സത്യവിശ്വാസിയായിട്ട് മാറുന്നത്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. മൻ അഹബ്ബ ലില്ലാഹ് വ അബ്ഗള ലില്ലാഹ് വ മനഅ ലില്ലാഹ് വ അഅ്താ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവോ, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി കോപിക്കുന്നവോ, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി നൽകുന്നവോ, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി തടയുന്നവോ, ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, നിശ്ചയം അയാളുടെ വിശ്വാസമാണ് പൂർത്തിയായിട്ടുള്ളത്. അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുക. അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കാൻ കഴിയോ? നമുക്ക് നമ്മുടെ മക്കളെ അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കാൻ കഴിയോ? നമ്മുടെ മാതാപിതാക്കളെ അല്ലാഹുവിന് വേണ്ടി നമുക്ക് സ്നേഹിക്കാൻ കഴിയോ? നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ അയൽക്കാരെ അല്ലാഹുവിന് വേണ്ടി, നമ്മുടെ മഹല്ല നിവാസികളെ അല്ലാഹുവിന് വേണ്ടി നമുക്ക് സ്നേഹിക്കാൻ കഴിയോ? അവിടെയാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാവും. കഴിയും, ഒരു സത്യവിശ്വാസിക്ക് കഴിയും. അതാണ് ഖുർആൻ പറയുന്നത്, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത മിമ്മാ ഊതു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. ഖുർആൻ പറയാണല്ലോ, അൻസാറുകൾ, മദീനയിലെ സ്വഹാബിമാർ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്ന സ്വഹാബിമാരെ എങ്ങനെയാണ് സ്നേഹിച്ചെന്ന് ഖുർആൻ വിശദീകരിക്കുകയാണ്. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവർ വല്ലാണ്ട് സ്നേഹിച്ചു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്ന സ്വഹാബിമാരെ അവർ വല്ലാണ്ട് സ്നേഹിച്ചു. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത മിമ്മാ ഊതു, അവർക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ, മുഹാജിറുകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ അൻസാറുകൾക്ക്, മദീനയിലെ സ്വഹാബിമാർക്ക് യാതൊരു ദേഷ്യവുമില്ല, യാതൊരു വിമ്മിഷ്ടവുമില്ല, യാതൊരു അസൂയയുമില്ല. സ്നേഹമാണത്, യാതൊരു വെറുപ്പുമില്ല. എന്താ ഇത് പ്രത്യേകം പറയാൻ കാരണം? മദീനയിലേക്ക് മക്കയിൽ നിന്ന് സ്വഹാബിമാരെ ഹിജ്റ ചെയ്തു വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ആഹ്വാനം നടത്തി എന്നുള്ളതാണ്. മദീനയിലെ സ്വഹാബിമാരോട് അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ വിഹിതം വെക്കാൻ അവര് കച്ചവട സ്ഥാപനങ്ങൾ വിഹിതം വെച്ചു എന്നുള്ളതാണ്. ചരിത്രം പറയാണ്. ചരിത്രത്തിലെ പല അതിശയോക്തികളുമുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷെ അതിശയോക്തികൾ ഒട്ടുമില്ലാത്ത ഒരു കാര്യം എന്ന നിലയ്ക്ക് പറയാം. അവരോട് പറഞ്ഞു, നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ, ഒന്നിൽ കൂടുതൽ കടകളുള്ള ആളുകൾ, ആ കടകളിൽ ഒന്ന്, അതല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഒരു വിഹിതം മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തു വന്ന സ്വഹാബിമാർക്കും നിങ്ങൾ നൽകണമെന്ന് പറഞ്ഞപ്പോ ആ മദീനയിലെ സ്വഹാബിമാർ, അൻസാറുകൾ പറയാൻ, സമഅനാ വ അത്വഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്ന പ്രവാചകരെ ഞങ്ങൾ അനുസരിച്ചിരിക്കും. അതാണ് സ്നേഹം, അതാണ് അല്ലാഹുവിന് വേണ്ടിയുള്ള സ്നേഹം എന്ന് പറയുന്നത്. ഇനിയും അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. മദീനയിലെ സ്വഹാബിമാർ പ്രവാചകരെ, കച്ചവട സ്ഥാപനങ്ങളാണ് ഇപ്പോൾ വിഹിതം വെച്ചിട്ടുള്ളത്, ഞങ്ങൾക്ക് കാർഷിക വിളകൾ കൂടി ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ കാർഷിക വിളകളിൽ നിന്ന് ഒരു വിഹിതം മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തു വന്ന സ്വഹാബിമാർക്ക് ഞങ്ങൾ നൽകാൻ പോകുന്നു. പ്രവാചകരെ, എന്താണ് അങ്ങയുടെ അഭിപ്രായം? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്തേക്കരുത്. കാരണം മക്ക എന്ന് പറയുന്നത് അത് കച്ചവടത്തിൽ അധിഷ്ഠിതമായ പ്രദേശമാണ്. അവർക്ക് കൃഷി ചെയ്ത് പരിചയമുണ്ടാവില്ല, കൃഷി ചെയ്താൽ അതിൽ വിജയിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കൃഷി ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം, അതാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ നൽകേണ്ടത് എന്ന് പറയുമ്പോ അവിടെയും പറയുന്നു, സമഅനാ വ അത്വഅനാ, പ്രവാചകരെ ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ഇതാണ് സഹോദരങ്ങളെ, ഇതാണ് അല്ലാഹുവിന് വേണ്ടിയുള്ള സ്നേഹം. അതാണ് നമുക്കിടയിൽ ഉണ്ടാവേണ്ടത്. അതാണ് നമ്മുടെ കുടുംബത്തിൽ, അതാണ് നമ്മുടെ മഹല്ലിൽ, നമ്മുടെ എല്ലാ സംവിധാനങ്ങളിലും, ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ എല്ലാ സംവിധാനങ്ങളിലും, എല്ലാ കൂട്ടായ്മകളിലും, എല്ലായിടത്തും ഉണ്ടാവേണ്ടത് അള്ളാഹുവിന് വേണ്ടിയുള്ള ആ പരസ്പര സ്നേഹം. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുമ്പോ,
അവിടെയാണ് ഒരാൾ യഥാർത്ഥ സത്യവിശ്വാസിയായിട്ട് മാറും. അങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുമ്പോൾ നമ്മുടെ നന്നാവും, നമ്മുടെ കുടുംബം നന്നാവും. എന്ന കുടുംബ സംസ്കരണമൊക്കെ നമ്മുടെ പ്രത്യേകം തലവാചകങ്ങളിൽ നിന്നുകൊണ്ട് സ്റ്റഡി ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. പക്ഷെ അടിസ്ഥാന വിഷയം എന്താണ്? നമ്മൾ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടിയാണ്. നമ്മുടെ മക്കൾ തെറ്റായ വഴിയിലേക്ക് പോകുമ്പോ അവരെ ഉണർത്താൻ നമുക്ക് കഴിയണമെങ്കിൽ, അവരെ ഉപദേശിക്കാനും ശരിയുടെ മാർഗത്തിലേക്ക് അവരെ വഴി നടത്താനും നമുക്ക് സാധ്യമാവണമെങ്കിൽ നമ്മളും മക്കളും തമ്മിലുള്ള സ്നേഹം അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാവണം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം, മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിലും അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം. അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാണ് മാതാപിതാക്കളോടും. എന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു അള്ളാഹുവിന് മാത്രം കീഴ്പ്പെടാനും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാനും. ഇത് അള്ളാഹുവോടുള്ള സ്നേഹത്തെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അള്ളാഹ്ക്ക് കീഴ്പ്പെടാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നു. അതിന്റെ ഭാഗം തന്നെയാണ് മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ നിറവേറ്റുക എന്നുള്ളതും അവർക്ക് നന്മ ചെയ്യുക എന്നുള്ളതും. ഇഹ്സാനാണത്. ഇഹ്സാൻ എന്താണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ജിബ്രീൽ വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുകയാണ്, സഹാബിമാരുള്ള സദസ്സിലായിരുന്നു ജിബ്രീലിന്റെ ആഗമനം എന്ന് ആ ഹദീസിൽ പറയുന്നുണ്ട്. ജിബ്രീൽ ചോദിക്കുന്നു, പ്രവാചകരെ എന്താണ് ഇഹ്സാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, നിന്റെ നാഥനെ നീ കീഴ്പ്പെടുക, നിന്റെ നാഥനെ നീ ഇബാദത്ത് ചെയ്യുക, നിന്റെ നാഥനെ നീ കാണുന്നത് പോലെ. നിന്റെ നാഥനെ നിന്റെ ഭൗതിക നേത്രം കൊണ്ട് നീ കാണുന്നില്ല എങ്കിൽ പോലും നിന്റെ ആന്തരിക നേത്രങ്ങൾ കൊണ്ട് നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. നിന്റെ ഭൗതിക നേത്രം കൊണ്ട് നീ അല്ലാഹുവിനെ കാണുന്നില്ല എങ്കിലും നിശ്ചയം അല്ലാഹു നിന്നെ കാണുന്നു എന്ന ചിന്തയോടെ അല്ലാഹുവിനെ കീഴ്പ്പെടലാണ് ഇഹ്സാൻ. ഈ ഇഹ്സാനാണ് മാതാപിതാക്കൾക്ക് അവരോടുള്ള കടപ്പാടുകൾ പൂർത്തീകരിക്കുമ്പോഴും അവരോടുള്ള സ്നേഹം നിർവഹിക്കുമ്പോഴും ഇഹ്സാൻ എന്ന രീതിയിലാണ് അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ഇത് അള്ളാഹു കാണുന്ന ഒരു ഇബാദത്ത് എന്ന നിലയിൽ, അള്ളാഹുവിനുള്ള ഒരു ഇബാദത്ത് എന്ന നിലയിൽ അത് നിർവഹിക്കുക എന്ന. അവരിൽ ഒരാൾ അതല്ലെങ്കിൽ അവർ രണ്ടുപേരും അവർക്ക് വാർദ്ധക്യം ബാധിച്ചാൽ അവരോട് എന്ന് പറയരുത്, അവരാട്ടി അകറ്റുകയും ചെയ്യരുത്. മാന്യമായ വാക്കുകൾ അവരോട് രണ്ടുപേരോടും പറയുക. കാരുണ്യത്തിന്റെ ചിറകുകളിൽ അവർക്ക് താഴ്ത്തി കൊടുക്കുക. എന്ന് പ്രാർത്ഥിക്കുക, ഖുർആൻ പറയാം. സഹോദരങ്ങളെ, എല്ലാ കടപ്പാടുകളിലും എല്ലാ സ്നേഹത്തിലും അതിൽ ആത്യന്തികമായി വിശ്വാസിയെ പ്രചോദിപ്പിക്കുന്നത് അല്ലാഹുവോടുള്ള സ്നേഹം എന്നുള്ളതാണ്. നമ്മുടെ സ്നേഹം അല്ലാഹുവോടാവുക, അല്ലാഹുവോടുള്ള പരമമായ സ്നേഹമാവുക. അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുമ്പോഴാണ് ഒരാളുടെ വിശ്വാസം പൂർണ്ണമാവുന്നത്. അങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്നില്ല എങ്കിലോ അവിടെയും ഖുർആൻ പറയുന്നുണ്ട്. അവിടെയും ഖുർആൻ ഇടപെട്ടുകൊണ്ട് നമ്മുടെ മനസ്സിനകത്ത് കയറിക്കൊണ്ട് ഖുർആൻ ചോദിക്കുകയാണ്, പ്രവാചകരെ, നിങ്ങൾ പറയണം, നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ താമസ സൗകര്യങ്ങളും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ ധനവും നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ വീടുകളുമൊക്കെയാണ് അല്ലാഹുവിനെക്കാളും അവന്റെ ദൂതനെക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരമെങ്കിൽ അള്ളാന്റെ ശിക്ഷയാണ് നിങ്ങളെ പ്രതീക്ഷിക്കേണ്ടത്. അള്ളാന്റെ അനുഗ്രഹങ്ങളെ പ്രതീക്ഷിക്കാൻ
നിങ്ങൾക്ക് അവിടെ യാതൊരു വഴിയുമില്ല. അങ്ങനെ ഒരു നിലപാടാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. കാരണം ഈമാന്റെ ഗുണഫലങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയില്ല. ഈമാനാണ് പ്രചോദിപ്പിക്കേണ്ടത്. ഈമാനിൽ നിന്ന് ജനം അകന്നുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് യഥാർത്ഥത്തിൽ യുവതലമുറക്കിടയിലൊക്കെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ലിബറൽ ചിന്തകളെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും അസ്വസ്ഥരാകുന്നവരാണ്. ഈമാൻ പൂർണ്ണമായും ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. എന്റെ ശരീരം എന്റേതാണ്, അതെങ്ങനെ വിനിയോഗിക്കണം എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള ഒരു ചിന്തയാൽ കുടുംബ സംവിധാനങ്ങളെ തള്ളിപ്പറയുന്ന ലൈംഗിക അരാജകത്വങ്ങളിലേക്ക് തെന്നിമോടിക്കൊണ്ടിരിക്കുന്ന യുവത നമ്മൾ കാണുകയാണ്. യുവാക്കളെ നമ്മൾ കാണുകയാണ്. ഒരു വിഭാഗം ആളുകൾ ലിബറലിസ്റ്റുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് ഖുർആൻ അവർ ഏറ്റെടുക്കുന്നുണ്ട്, ഖുർആന്റെ ആളുകളാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ കുടുംബജീവിതത്തോടൊന്നും താല്പര്യമില്ല. ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുവാക്കൾ വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന കാലം, ഈമാൻ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം, ഇതാണ് പുതിയ കാലം എന്ന് നമ്മൾ തിരിച്ചറിയണം. ലഹരി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കാലം, വേലി തന്നെ വിളകുന്ന കാലമാണ് പുതിയ കാലം എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്ത് കോഴിക്കോട് ജില്ലയിൽ വടകരയിൽ നിന്ന് കേട്ട ഒരു ന്യൂസ് നമ്മളെല്ലാം ഏറെ അസ്വസ്ഥമാക്കേണ്ടുന്ന ഒരു വാർത്തയാണ്. 2 അധ്യാപികമാരെയാണ് 3 അധ്യാപികമാരെയാണ് പിടികൂടിയിട്ടുള്ളത്. ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനുകളിൽ അടക്കം ഒരു ഘട്ടത്തിൽ അവർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ 3 അധ്യാപികമാർ, കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപികമാർ, അവർ ലഹരിക്കടിപ്പെടുകയാണ്. അവരെ ലഹരി വിൽപ്പന ശൃംഖലയിലെ കണ്ണികളായിട്ട് മാറുന്ന ഒരു കാലം. എന്ന് മുതവക്കിലുൽ ലൈസി എന്ന് പറയുന്ന ഒരു അറബി കവി ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഉണരേണ്ടുന്ന കാലമാണ് പുതിയ കാലം എന്ന് പറയുന്നത്. അനുകരിക്കപ്പെടാനുള്ള മാതൃകകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം. അധ്യാപകര് മാതൃകകളാവണം, രക്ഷിതാക്കൾ മാതൃകകളാവണം, പ്രാസംഗികന്മാര് മാതൃകകളാവണം. നമുക്ക് പ്രഭാഷകർ ഒരുപാടുണ്ട്, നമുക്ക് എഴുത്തുകാർ ഒരുപാടുണ്ട്. പക്ഷേ നമുക്ക് മാതൃകകൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് പുതിയ കാലത്തിന്റെ ദുരന്തം എന്ന് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. നിങ്ങളിലേക്ക് ഒരു വിരൽ ചൂണ്ടുമ്പോ 3 വിരലുകൾ എന്നിലേക്ക് വരുന്ന ഖുർആനിന്റെ ഒരു ചോദ്യമാണത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, എന്തിനാണ് നിങ്ങൾ പ്രാവർത്തികമാക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ, നിങ്ങൾ പ്രാവർത്തികമാക്കാത്ത കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത് അല്ലാഹു ഏറെ ദേഷ്യമുള്ള കാര്യമാണ്. നാളെ കഴുത ആട്ടുകല്ലിന് ചുറ്റും കറങ്ങുന്നത് പോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്ത കാര്യങ്ങൾ പറയുന്നവരെ അല്ലാഹു നരകത്തിൽ വെച്ച് ശിക്ഷിക്കുമെന്ന് സ്വഹീഹായ ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് ഈമാൻ നമ്മുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും നമ്മെ പ്രചോദിപ്പിക്കണം, നമ്മുടെ കുടുംബത്തെ പ്രചോദിപ്പിക്കണം. നമ്മയും നമ്മുടെ കുടുംബത്തെയും സ്വയം പ്രചോദിപ്പിച്ചുള്ള സ്വയം സംസ്കരണം മാത്രം പോരാ, തീർച്ചയായിട്ടും സമൂഹത്തെ തിന്മകളിൽ നിന്ന് വിമോചിപ്പിക്കാനുള്ള ശ്രമം വേണം. ലഹരിയിൽ നിന്ന് സമൂഹത്തെ വിമോചിപ്പിക്കണം, പൊങ്ങച്ചങ്ങളിൽ നിന്ന് സമൂഹത്തെ വിമോചിപ്പിക്കണം, ആർഭാടങ്ങളിൽ നിന്ന് സമൂഹത്തെ വിമോചിപ്പിക്കണം, ആർഭാട കല്യാണങ്ങളിൽ നിന്ന് സമൂഹത്തെ വിമോചിപ്പിക്കണം. സമൂഹത്തിന്റെ മാതൃകയാകേണ്ടുന്ന ആളുകൾ പോലും ഇത്തരം വിഷയങ്ങളിൽ മാതൃകയാവാത്ത വളരെ ദാരുണകരമായ, അതല്ലെങ്കിൽ വളരെ നിർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോ ഈമാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നുണ്ടോ? ഈമാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നുണ്ടോ? ഈമാൻ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നുണ്ടോ? അതുകൊണ്ട് ലഹരിയിൽ നിന്ന്, പൊങ്ങച്ചത്തിൽ നിന്ന്, മുതലാളി സാമ്പാടിച്ച ദൂർത്തൻ ജീവിത രീതിയിൽ നിന്ന് തെന്നിമാറിക്കൊണ്ട് ഇതെല്ലാം തന്നെ, ഈ പളവളപ്പെല്ലാം തന്നെ ഒരു ഘട്ടത്തിൽ അവസാനിക്കുന്നതാണ്. ഇതിനോടെല്ലാം വിട പറഞ്ഞുകൊണ്ട് ശാശ്വതമായി 2 ലോകത്തിൽ ഏതെങ്കിലും ഒന്നുകിൽ സ്വർഗീയമായ ശാശ്വതമായ അനുഗ്രഹങ്ങൾ, അതല്ലെങ്കിൽ നരകത്തിലെ ശാശ്വതമായ ശിക്ഷ, രണ്ടിലേതെങ്കിലും ഒന്ന് അനുഭവിക്കേണ്ടുന്നവരാണ് മനുഷ്യൻ എന്ന ചിന്തയോടെ മുന്നോട്ട് പോവുക. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാൻ ഹൃദയത്തിലുണ്ടെങ്കിൽ,
ആ ഈമാൻ ഹൃദയത്തിലുള്ളവർക്ക് അല്ലാഹു നിരവധി വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുകയാണ്. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് പിന്നവർ. ഒരു ഫാസിസത്തിനും നിങ്ങളെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. നിങ്ങളിൽ വലിയൊരു സംഘം, വലിയൊരു വിഭാഗം യഥാർത്ഥ ഈമാനിന്റെ കരുത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ ഒരു ഫാസിസവും ഒരു സൈനികവും ഒരു സാമ്രാജ്യത്വവും നിങ്ങളെ കീഴ്പ്പെടുത്തുകയില്ല. ഖുർആൻ പറയുന്നതാണ്. സത്യവിശ്വാസികളെ സഹായിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയാണ്. ഖുർആന്റെ വിശദീകരണമാണ്. അള്ളാഹുവിന്റെ സഹായത്തിന് അർഹരാണ് ഈമാനുള്ള മനുഷ്യർ. ഈമാനുള്ള മനുഷ്യർ അവർ തന്നെയാണ് അത്യുന്നതർ. അവർക്ക് ഒരു സാമൂഹിക വ്യവസ്ഥിതിയുടെ വിജയം എന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലു സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദി കമാ ഇസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅബുദൂനി വലാ യുശ്രികൂന ബി ശൈഅ. അല്ലാഹു പറയാൻ, അല്ലാഹു സത്യവിശ്വാസികളെയും സുഹൃതവാന്മാരെയും അല്ലാഹു അവരോട് വാഗ്ദാനം കൊടുക്കുകയാണ്. നിങ്ങളെ ഭൂമിയിൽ അധികാരികളാക്കുമെന്ന് അല്ലാഹു ഇതാ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ മുൻഗാമികൾ അധികാരികളാക്കിയതുപോലെ നിങ്ങൾക്ക് ഭൂമിയിൽ വലിയ സ്വാധീനങ്ങൾ, നിങ്ങൾക്ക് ഖിലാഫത്ത് നൽകുമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്യുകയാണ്. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാലഹും, നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ദീന് ഭൂമിയിൽ അല്ലാഹു സൗകര്യം ചെയ്തവരും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, എല്ലാ ഭയചകിതമായ ജീവിതത്തിന് ശേഷവും നിർഭയത്വത്തിൻ്റെതായ ജീവിതം അല്ലാഹു നിങ്ങൾക്ക് സമ്മാനിക്കുമെന്ന് അല്ലാഹു പറയാം. ഇതൊക്കെ യഥാർത്ഥ ഈമാൻ ഹൃദയത്തിലുള്ളവർക്ക് അല്ലാഹു നൽകുന്ന വാഗ്ദാനമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ സംസാരത്തിന്റെ അവസാനത്തിലേക്ക് തന്നെ നമുക്ക് നീങ്ങേണ്ടതുണ്ട്. സഹോദരങ്ങളെ, യഥാർത്ഥ ഈമാൻ അത് ഹൃദയത്തിലുള്ള ആളുകൾക്ക് അല്ലാഹു നൽകിയ വാഗ്ദാനങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് സാധ്യമാവുന്നുണ്ടോ? വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും ചോദിക്കണം, നമുക്ക് സാധ്യമാവുന്നുണ്ടോ? നമ്മുടെ ഈ കാലഘട്ടത്തിന് സാധ്യമാവുന്നുണ്ടോ? ഈ കാലഘട്ടത്തിൽ ഈമാനുള്ള ഒരു മനുഷ്യനുമില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ഖുർആന്റെ ഒരു സമീപനമുണ്ട്, അള്ളാഹുവിന്റെ വചനങ്ങളുടെ ഒരു ശൈലിയുണ്ട്. ആ ശൈലി പ്രകാരമാണ് നിങ്ങളൊരു വലിയ പരീക്ഷണത്തെ ഭയപ്പെടണം. ആ പരീക്ഷണത്തിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങളിൽ അക്രമികളെ മാത്രം പിടികൂടാത്ത പരീക്ഷണം. അക്രമികളെ മാത്രം പിടികൂടാത്ത പരീക്ഷണം. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു നല്ല കാലം തിരിച്ചു വരണമെങ്കിൽ ഈമാൻ നമ്മെ പ്രചോദിപ്പിക്കണം. ഈമാനിലൂടെ നാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചോദിപ്പിക്കണം. കാലമാണേ സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയം മനുഷ്യൻ നഷ്ടകാരിയാണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത്, യഥാർത്ഥ സത്യവിശ്വാസികളും സുഹൃതവാന്മാരും ഒഴികെ. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, ക്ഷമ കൊണ്ടും സത്യം കൊണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒഴികെ. കുടുംബജീവിതത്തിൽ പ്രചോദിപ്പിക്കണം ഈമാൻ. കുടുംബജീവിതത്തെ സംസ്കരിക്കേണ്ടതും ഈമാൻ കൊണ്ടാണ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ വഖിയാറുകും ഖിയാറുകും ലിനിസായികും. അക്മലുൽ മുഅ്മിനീന ഈമാനൻ, സത്യവിശ്വാസികളിൽ വിശ്വാസം കൊണ്ട് ഏറ്റവും പൂർണ്ണത പ്രാപിച്ച ആളുകൾ ആരാണ്? അഹ്സനുഹും ഖുലുഖ, അവരിൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണ്. നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ നിങ്ങളുടെ കുടുംബിനികളോട്, നിങ്ങളുടെ ഇണകളോട്, ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ഏറ്റവും നന്നായി പെരുമാറുന്നതെങ്കിൽ ആ ഭാര്യയാണ്, ആ ഭർത്താവാണ് ഏറ്റവും പൂർണ്ണമായ വിശ്വാസത്തിന്റെ ഉടമ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ, വിശ്വാസികളിൽ വിശ്വാസം കൊണ്ട് ഏറ്റവും പൂർണ്ണതയുള്ള ആളുകൾ പൊതുജനങ്ങളോട്, പള്ളിയിലുള്ളവരോട്, അങ്ങാടിയിൽ ചെന്ന് അങ്ങാടിയിലുള്ളവരോട്, അവരോടൊക്കെ നല്ല നിലയിൽ പെരുമാറണം. പക്ഷെ അവിടെ മാത്രം നല്ല നിലയിൽ പെരുമാറിയാൽ പോരാ, വീടിനകത്തേക്ക് വരുമ്പോ പെരുമാറ്റം നന്നാവണം. ആ പെരുമാറ്റത്തിന്റെ മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനകത്ത് ചെന്നുകൊണ്ട് സഹാബിമാര് റസൂലുള്ളാഹിന്റെ പെരുമാറ്റം എന്താണെന്ന് അന്വേഷിക്കുമ്പോ റസൂലുള്ളാഹിന്റെ പെരുമാറ്റം ഖുർആനായിരുന്നു. ഭൂമിയിലൂടെ നടക്കുന്ന ഖുർആനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം.
സഹോദരങ്ങളെ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മെ സംസ്കരിക്കുന്ന, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മെ സംസ്കരിക്കുന്ന, നമ്മുടെ സാമ്പത്തിക ജീവിതത്തിൽ നമ്മെ സംസ്കരിക്കുന്ന, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നമ്മെ സംസ്കരിക്കുന്ന ഈമാൻ, ആ ഈമാനാണ് സഹോദരങ്ങളെ നമുക്ക് വേണ്ടത്. ആ ഈമാൻ മാത്രമാണ്, ആ ഈമാനിലൂടെ മാത്രമാണ് സ്വയം സംസ്കാരം നേടുകയും അതുപോലെ തന്നെ സമൂഹത്തെ ഈ കുത്തിയൊഴുകിക്കൊണ്ടിരിക്കുന്ന തിന്മയാകുന്ന വിപത്തിൽ നിന്ന് രക്ഷിക്കുവാനും നമുക്ക് സാധ്യമാവുകയുള്ളൂ. അങ്ങനെ ഈമാൻ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്ന, ഈമാൻ കൊണ്ട് പരസ്പരം പ്രചോദിപ്പിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിലും യഥാർത്ഥ മുത്തഖീങ്ങളിലും അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ പ്രീതിയിലും അവന്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ. ഖബർ കണ്ണത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുള്ളതുമായുള്ള ഭാഗമാകുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സിറാത്തിലൂടെയുള്ള നമ്മുടെ പ്രയാണം അല്ലാഹു വേഗത്തിലുള്ളതാക്കി തീർക്കുമാറാവട്ടെ. ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സിദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം ശാശ്വതമായ സന്തോഷകരമായ ജീവിതം നയിക്കാൻ റബ്ബ് തആല നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും പ്രത്യേകം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. നമ്മുടെ മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി മാറ്റുമാറാവട്ടെ. നമ്മുടെ മുതിർന്ന പൗരന്മാർ, നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ അവശതകളിൽ നിന്നും ശാരീരിക പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മുടെ മുതിർന്ന പൗരന്മാരെയും നമ്മുടെ മാതാപിതാക്കളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കടങ്ങളിൽ നിന്നും സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും പിരിവുകളെ പൂർണ്ണമായും വിമോചിപ്പിക്കുമാറാവട്ടെ. അല്ലാഹ് പഠിച്ചവരെ, ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ നിന്നെ അല്ലാഹ് എന്ന് വിളിക്കാൻ നിനക്ക് കൂടി ദാസന്മാരുടെ അടിമകളുണ്ട്. പഠിച്ചവനെ, ഞങ്ങൾക്ക് അല്ലാഹ് എന്ന് വിളിക്കാൻ ഉടമസ്ഥനായി, റബ്ബായി, നാഥനായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിലെ എല്ലാ സദുദ്ദേശങ്ങളെയും സഫലീകരിച്ചു തരണമേ റബ്ബേ. അല്ലാഹുവേ കുടുംബജീവിതത്തിൽ സംതൃപ്തിയും സന്തോഷവും സമാധാനവും എല്ലാവർക്കും, എല്ലാ കുടുംബങ്ങൾക്കും നീ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ ദുർഭാഗ്യകരമായ ഫസ്ഖുകളിൽ നിന്ന് എല്ലാ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര സ്നേഹം നീ ശക്തിപ്പെടുത്തണമേ തമ്പുരാനെ. അല്ലാഹ് പഠിച്ചവനെ, പലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ ഇറാനിലെ മർദ്ദിത ജനസമൂഹത്തെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ ഫാസിസത്തെയും സൈനികത്തെയും സാമ്രാജ്യത്തെയും അവര് നിർമ്മിക്കുന്ന ഗൂഢാലോചനകളെയും അല്ലാഹുവേ ശാശ്വതമായി നീ പരാജയപ്പെടുത്തണമേ റബ്ബേ. പഠിച്ച തമ്പുരാനെ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വൈവാഹിക ജീവിതം സാധ്യമാവാതെ പ്രയാസപ്പെടുന്ന യുവാക്കളുണ്ട്. അല്ലാഹുവേ അനുയോജ്യമായ കുഫുവത്ത ഇടകളെ നൽകിക്കൊണ്ട് പഠിച്ച തമ്പുരാനെ, ആ യുവാക്കളെ നീ സഹായിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ ചെറുപ്പത്തിന് ധാർമ്മിക ബോധം നൽകി പഠിച്ചവനെ ചെറുപ്പത്തിൽ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ ധാർമ്മികമായ എല്ലാ വ്യതിയാനങ്ങളിൽ നിന്നും ഈമാനിന്റെ കരുത്തുകൊണ്ട് രക്ഷപ്പെടാൻ പഠിച്ച തമ്പുരാനെ, അല്ലാഹുവേ ചെറുപ്പത്തിനെ
നീ പ്രത്യേകമായി, യുവാക്കളെ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ റബ്ബേ. പടച്ചതമ്പുരാനെ ഈ മഹല്ല് അല്ലാഹുവേ സംസ്ഥാനത്തിന് മാത്രമല്ല, ഈ രാജ്യത്തിന് മാത്രമല്ല, ലോകത്തിന് തന്നെ മാതൃകയാവുന്ന നിരവധി പ്രവർത്തനങ്ങൾ ഇനിയും കാഴ്ചവെക്കാൻ അല്ലാഹുവേ ഈ മഹല്ലിന് നീ കരുത്ത് നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ ഈ മഹല്ലിന്റെ നേതൃത്വത്തിന് കൂടുതൽ ഈമാനികമായ കരുത്ത് പടച്ചതമ്പുരാനെ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും ഇൽമിനോടൊപ്പം ഈമാനികമായ കരുത്തുകൂടി, തഖ്വാപരമായ കരുത്തുകൂടി നൽകിക്കൊണ്ട് പടച്ചതമ്പുരാനെ അല്ലാഹുവേ ഞങ്ങൾ എല്ലാവരെയും നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ മുസ്ലിം സംഘടനകൾക്കിടയിൽ പടച്ചതമ്പുരാനെ അല്ലാഹുവേ നീ ഐക്യപ്പെടുത്തേണമേ തമ്പുരാനെ. അല്ലാഹുവേ വിവിധ മതങ്ങൾക്കിടയിൽ, അല്ലാഹുവേ വ്യത്യസ്തങ്ങളായ ആശയധാരകൾക്കിടയിൽ പടച്ചതമ്പുരാനെ ഐക്യമുണ്ടാക്കണമേ റബ്ബേ. അല്ലാഹുവേ എന്റെ കിതാബും സുന്നത്തും തൗഹീദിന്റെ പ്രബോധനവും ബിദ്അത്തുകൾക്കെതിരെയുള്ള പ്രചരണവും നടത്തിക്കൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളുമായി ജീവിക്കുവാൻ പടച്ചതമ്പുരാനെ ദൗത്യ നിർവഹണം നടത്തുന്ന ഷഹാദത്തുൽ ഹഖ് ഇഖാമത്തുൽ ദീനിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നിർവഹിക്കുന്ന പ്രവാചകന്മാരുടെ യഥാർത്ഥ അനന്തരാവകാശികളായിട്ട് മുന്നോട്ട് നീങ്ങുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും യഥാർത്ഥ മുത്തഖീങ്ങളിലും പടച്ചവനെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. പടച്ചവനെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അർഹതയില്ല, ഞങ്ങൾക്ക് ചോദിക്കാനുള്ള യോഗ്യതയില്ല, എന്നാലും നിന്റെ പ്രവാചകൻ പറഞ്ഞുകൊണ്ട് മാത്രം ചോദിക്കുകയാണ്. പടച്ചവനെ ഫിർദൗസ് നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ നാളെ പരലോകത്ത് വജ്ഹുൽ ജലാല, നിന്റെ മഹത്തായ വജ്ഹുൽ ജലാല ദർശിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ നിന്റെ റസൂലിന്റെ മുആഫഖ സൗഹൃദം അല്ലാഹുവേ ഞങ്ങൾക്ക് നാളെ പരലോകത്തിനെ സമ്മാനിക്കണമേ തമ്പുരാനെ. അല്ലാഹ് പടച്ചവനെ നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ നിങ്ങളുടെ കൈകൾ നീ തട്ടി മാറ്റല്ല നാഥ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമൻ മാതു മിന്നാ വലിസാഇരി ജമീഇ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖിനാ റബ്ബനാ ശർറ മാ ഖദൈത. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.